അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് പാർട്ട്ണർഷിപ്പ് അഥവാ ജോയിൻറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുണപരമാണ്. 4-ാം ഭാവപതി 7-ലാണ്. അവിടെ ആഴ്ചയുടെ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് സമ്മർദ്ദമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും 29-ാം തീയതിക്ക് ശേഷം ബുധൻ 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് ബുധനും ഗുരുവും തമ്മിലുള്ള യോഗമാണ്. അതോടുകൂടി സഹകരണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഒന്നിച്ച് ജോലി ചെയ്യുന്നവരിൽ നിന്നും അല്ലെങ്കിൽ ജോയിൻറ്റ് ബിസിനസ് ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ ഉള്ള നമുക്ക് സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും. അതുപോലെ പുതിയ കരാറുകളോ ഒക്കെ ഉണ്ടാകാനും അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകൾ ഉണ്ടാകാനും അത് ഗുണകരപരമായിട്ട് അവസാനിക്കത്തക്ക വിധത്തിലുള്ള നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ, കരാറുകളും മറ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ഡീൽസ് ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡീൽസൊക്കെ കിട്ടും. അത് ചെയ്ത് തീർക്കത്തക്ക വിധത്തിലുള്ള സഹപ്രവർത്തകരുടെ ഒരു സഹായവും ഒക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. ധനകാര്യം സംബന്ധിച്ച് ധനപരമായിട്ട് ഒരു അനുകൂലാവസ്ഥ തന്നെയാണ്. ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ആണുണ്ടാവുക. കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികളിൽ നിന്ന് ഉണ്ടാവുന്ന നഷ്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബത്തിൽ കുറച്ചൊരു ഹാർമണി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര വിദ്വേഷങ്ങളൊക്കെ ഒന്ന് മാറുകയും കുടുംബാന്തരീക്ഷം വളരെ അനുകൂലമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടും ഇവർക്ക് അനുകൂലം തന്നെയാണ്. മറ്റ് രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ഭയപ്പെടത്തക്ക വിധത്തിലുള്ള രോഗങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിന് പരിഹാരം ചെയ്യുക, വ്യാഴഗ്രഹത്തിൻ്റെ ശാന്തി ഹോമം ചെയ്യുകയോ പൂജ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണുവിൻ്റെ ഉപാസന അഥവാ മന്ത്രങ്ങൾ ജപിക്കുക ഒക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്.